രാഷ്ട്രീയ കോലാഹലങ്ങൾ കൊടികുത്തി വാഴുന്ന സമയത്താണ് പെടുന്നതിന് പ്രതിപക്ഷ നേതാവിന്റെ മകളെ പുറത്താക്കുന്നതും അവർക്ക് പുറത്താവേണ്ടി വരുന്നതും. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു സംസ്ഥാനം രൂപീകൃതമായിട്ട് അതിന്റെ ആദ്യ മുഖ്യമന്ത്രി, തുടരെ 2 ടേമുകളിലായി 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി, ഒടുവിൽ കോൺഗ്രസ് ചരിത്രം തിരുത്തി വിജയക്കൊടി പാറിച്ച് രേവന്ത് റെഡ്ഡി എന്ന കരുത്തുറ്റ നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയ തെലങ്കാന എന്ന സംസ്ഥാനത്തിന്റെ സ്ഥിതിവിശേഷങ്ങളാണ് ഈ പറയുന്നത്. BRS എന്ന് പറയുന്ന പാർട്ടിയുടെ തലവൻ, തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ KCRന്റെ മകൾ കവിതയാണ് BRS എന്ന പാർട്ടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, മാങ്കൂട്ടത്തെ പോലൊരു MLA യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെപ്പിച്ച് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും എന്തുമാത്രം കോലാഹലമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന വേളയിലായിട്ട് പോലും പാർട്ടി പുറത്താക്കിയപ്പോൾ എന്തുമാത്രം ആളുകൾ വാദങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സൃഷ്ടിച്ച് രംഗത്ത് വന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്നതിനപ്പുറത്ത് ഒരു MLA തന്നെ ബാഹ്യമായ യാതൊരു കാരണങ്ങളുമില്ലാതെ പാർട്ടിക്കകത്ത് മുറുമുറുപ്പുകൾ കാരണം ഒന്നുകൊണ്ട് മാത്രം പുറത്താക്കുക എന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനം മാത്രമല്ല, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുക കൂടി ചെയ്യുന്നുണ്ട്. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായ K. ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയാണ് BRS എന്ന പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. കലേശ്വരം ജലസേചന പദ്ധതി അഴിമതിയിൽ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് കവിത ആരോപിച്ചിരുന്നു. സ്വന്തം പാർട്ടിക്കകത്ത നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അവര് തന്നെ എടുത്തിട്ട് പുറത്താക്കുക എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിന് പിന്നാലെയാണ് ഓരോ നടപടിയും വന്നത്. നിലവിൽ BRS MLC ആണ് കവിത. 2014 BRS അധികാരത്തിലിരുന്നപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ഹരീഷ് റാവുവും മുൻ രാജ്യസഭാ MP J. സന്തോഷ് കുമാറും നിലവിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുമായി ഒത്തുകളിച്ചു എന്നാണ് പറയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിനും ചന്ദ്രശേഖർ റാവുവിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനും ശ്രമിച്ചെന്ന് കവിത ആരോപിച്ചിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് കവിതയെ സസ്പെൻഡ് ചെയ്യുന്നതെന്ന് BRS നേതാക്കളായ T. രവീന്ദർ റാവു പറയുന്നുണ്ട്. സോമഭാരത് കുമാർ എന്നിവരും ഈ കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. കവിതയുടെ സമീപകാല പ്രവർത്തികൾ പാർട്ടി ഗൗരവമായാണ് കാണുന്നത് എന്നും ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തി എന്നുമാണ് BRS ഔദ്യോഗിക X പേജിൽ വ്യക്തമാക്കുന്നത്. പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ആക്കണമെന്ന് കവിത നേരത്തെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ മെയ്യിൽ KCRന് എഴുതിയ കത്തിൽ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എന്നും കവിത സൂചിപ്പിച്ചതിനെ തുടർന്നാണ് ഭിന്നത മറനീക്കി പുറത്തു വന്നത്. കവിതയുടെ US സന്ദർശനത്തിനിടെയായിരുന്നു കത്ത് ചോർന്നത്. കത്ത് തന്റേത് തന്നെയാണ് എന്ന് കവിത സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ പുറത്താകൽ.